ും അത്തരത്തിലുള്ള വലിയൊരു ദുരന്തത്തിൽപ്പെട്ട് മരവിച്ചു നിൽക്കുന്ന ഒരു ജനങ്ങളെയും ബന്ധുക്കളെയും ഒക്കെയാണ് കാണാൻ കഴിയുന്നത്. നയൻതാര, നേരത്തെ DCC അധ്യക്ഷൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, കാരണം കളക്ടർ നേരിട്ട് തന്നെ എത്തണം, നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം, എങ്കിൽ മാത്രമേ മറ്റ് നടപടികളോട് സഹകരിക്കൂ എന്നുള്ളതാണ്. അത് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മൃതദേഹം ആംബുലൻസിൽ കിടത്തിയുള്ള പ്രതിഷേധമാണോ ഇപ്പോഴും തുടരുന്നത്? ആരെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ ഇപ്പോൾ സ്ഥലത്തുണ്ടോ, പോലീസ് അല്ലാതെ? DCCയുടെ നേതൃത്വത്തിൽ വലിയൊരു രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. അതായത് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുന്നതിനിടയിൽ ഇവർ വാഹനം ആംബുലൻസ് തടയുകയായിരുന്നു. കളക്ടർ ഉത്തരവ് ഇറക്കിയാൽ മാത്രമേ മുന്നോട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ സഹകരിക്കൂ പ്രസിഡന്റ് നേരത്തെ അറിയിച്ചത്. സ്ഥലത്ത് ഉദ്യോഗസ്ഥരാരും എത്തിയിട്ടില്ല. പോലീസ് ഉൾപ്പെടെയുള്ള വലിയൊരു സന്നാഹം ഇവിടെയുണ്ട്. പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായി, അതായത് നമ്മൾ നേരത്തെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഈ വന്യജീവി ആക്രമണത്തിൽ മൂന്നാമത്തെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞതാണ്. ഇവിടെയും ആ ഒരു പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ പോലീസ് സന്നാഹം നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. മറ്റ് നടപടികളിലേക്ക് കടക്കണമെങ്കിൽ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയാൽ മാത്രമേ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് സഹകരിക്കൂ എന്ന് തന്നെയാണ് പ്രതിഷേധക്കാർ അറിയിച്ചിരിക്കുന്നത്. പ്രതീഷ്, ഇന്ന് ഒരു 3 മണിക്ക് ശേഷമാണ് ഈ ഒരു ആക്രമണം സംഭവിക്കുന്നത്. അതായത് എബ്രഹാമിന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടത്തിൽ അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടയിലാണ് കാട്ടുപോത്തിന്റെ ആക്രമണം നടന്നിരിക്കുന്നത്. ഈ വലിയൊരു ശബ്ദം, അതായത് വലിയൊരു അലർച്ച കേട്ടതിനെ തുടർന്ന് സമീപത്തുണ്ടായിരുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഓടിയെത്തുകയായിരുന്നു. അങ്ങനെയാണ് വലിയ ആഴത്തിലുള്ളൊരു മുറിവ്, അദ്ദേഹത്തിന്റെ കക്ഷത്തിൽ ആഴത്തിലുള്ളൊരു മുറിവാണ്, കൊമ്പുകൊണ്ട് കുത്തി മലർത്തിയതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഗുരുതര പരിക്കാണ് എബ്രഹാമിന് ഏറ്റിരുന്നത്. ബാലുശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് എത്തിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ആയില്ല.